ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം കണ്ടെത്തിയ സംഭവത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് ഈ മാസം 25-ന് പീഠം വീട്ടിൽ കൊണ്ടുവച്ചത്. പീഠമാണെന്നല്ല, ഷീൽഡാണെന്നാണ് തന്നോട് പറഞ്ഞിരുന്നതെന്നും സഹോദരി പ്രതികരിച്ചു. എന്താണെന്ന് പറഞ്ഞാൽ, അതായത് 25-ാം തീയതി വ്യാഴാഴ്ച വെളുപ്പിന് നേരം വെളുത്തു വരുന്നത് സമയത്ത് അനിയനും മറ്റേ വേറൊരാളൂടെ അവൻ അങ്ങ് ബാംഗ്ലൂർക്ക് പോവുമായിരുന്നു രാവിലെ. അപ്പോൾ ഈ ഒരു സാധനം, സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഷീൽഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും, വരുന്നവരാരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും, അങ്ങനാണ്. പക്ഷെ ഇത് പിന്നെ അപ്പോൾ അന്ന് ആരും വന്നില്ല, ഇന്നലെയും വന്നില്ല. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇവർ വന്നിട്ട് ഇങ്ങനെ, അപ്പൊ ഞാൻ അവനെ ഉടനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞത് സാധനം ഇങ്ങനെ വേറൊരാളിൻ്റെ കയ്യിലാണ് ഇരുന്നത്, നമ്മൾ അറിയുന്നില്ല ഇത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നും. ഇത് 3-4 വർഷം മുമ്പ് ചെയ്ത ഒരു കാര്യമാണ്. പിന്നെ ഇത് ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നു, അത്ര തന്നെ. നമ്മള് ഇപ്പൊ സാധനങ്ങള്, പൂജാദ്രവ്യങ്ങളായാലും ഷീൽഡായാലും പിന്നീട് എന്തായാലും കൊണ്ടുവരുമ്പോൾ നമ്മളിത് എടുത്തു വയ്ക്കും. വേറൊരാൾ വന്ന് കൊണ്ടുപോകാറുമുണ്ട്, പറയുന്നവർ തന്നെ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഇതിപ്പോ ഇങ്ങനെയൊക്കെയുള്ളതാണെന്നുള്ളത് എത്രത്തോളം പെട്ടെന്ന് ഞാൻ പിന്നെ ഇവരുടെ അടുത്ത് ഞാൻ അമ്മയുടെ അടുത്ത് വിളിച്ച് ചോദിച്ചു. ഇതിപ്പോ പറഞ്ഞ അത് ശബരിമലത്തതൊക്കെ അന്ന് കൊണ്ടുപോയല്ലോ, ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. പീഠമാണെന്നുള്ള ഒരു ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കണ്ടുമില്ല. വിജിലൻസിനോട് ചോദിച്ചാൽ അവർ പറയും. കാരണം എന്താന്ന് വെച്ചാൽ പൊട്ടിക്കാതെ ഇതെങ്ങനാണോ കൊണ്ടുവന്ന ആ രൂപത്തിലാണ് ഞാൻ ഇതിവിടെ വെച്ചിരുന്നത്. ഞാൻ എടുത്തങ്ങ് കൊടുത്തു. അവരൊന്നും ആവശ്യപ്പെട്ടില്ല. അവരെന്റെ അടുത്ത് ചോദിച്ചപ്പോ പിന്നീട് ഇവിടെ ഏൽപ്പിച്ചിരുന്ന സാധനം ഇനി എടുക്കണമെന്ന് പറഞ്ഞു. 2 പേരാണ് ആദ്യം വന്നത്. തരാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ അങ്ങ് എടുത്തു കൊടുത്തു. ഹൈക്കോടതി എവിടെയെന്ന് ചോദിച്ചാൽ, ശബരിമലയിൽ നിന്ന് കൊള്ള ചെയ്യപ്പെട്ടു എന്ന് കരുതിയിട്ടുള്ള പീഠമാണിത്. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ പീഠം കാണാതായ സംഭവത്തിൽ വലിയ വഴിത്തിരിവുണ്ടാവുകയാണ്. പീഠം സ്പോൺസറുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. അതിനുശേഷം സഹോദരി മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചാണ് നമ്മൾ കേട്ടത്. അനന്തകൃഷ്ണനുണ്ട്. അനന്തൻ, 3-4 വർഷമായി ഇത് ഇവിടെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത് മനസ്സിലാകുന്നത്. വലിയ വഴിത്തിരിവാണിത്. തീർച്ചയായിട്ടും അക്ഷയ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തെയും ഒക്കെ സംശയ നിഴലിൽ നിർത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലായിരിക്കുകയാണ്. മാത്രമല്ല, ഈ പീഠം എവിടെയെന്ന് ദേവസ്വം ബോർഡിനോട് ചോദിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൃത്യമായി ഈ പീഠം എവിടെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഈ പീഠം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി മിനി ദേവിയുടെ ഈ വെളിപ്പെടുത്തൽ. ഈ മിനി ദേവിയുടെ വീട്ടിൽ നിന്നാണ് ഇന്നലെ, വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്നാണ് ഇന്നലെ വിജിലൻസ് സംഘം ഈ പീഠം കണ്ടെടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മിനി ദേവിയോട് ഇതെങ്ങനെയാണ് ഈ പീഠം ഇവിടെ എത്തിയത് എന്നൊക്കെയുള്ള അന്വേഷണം ചോദിച്ചത്. അപ്പോൾ മിനി ദേവി പറഞ്ഞത്, ഈ 25-ാം തീയതിയാണ് ഒരു പാക്കറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റൊരാളും കൂടി വന്ന് വീട്ടിൽ കൊണ്ടുവച്ചത്. സാധാരണ അങ്ങനെ പൂജാ സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കാറുണ്ട്, പക്ഷേ ഇത് ഒരു ഷീൽഡാണ് എന്നാണ് പറഞ്ഞത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആരെങ്കിലും വന്ന് എടുത്തോളും എന്ന് പറഞ്ഞു. അങ്ങനെ വെച്ച് സൂക്ഷിക്കുമ്പോഴാണ് ഇന്നലെ വിജിലൻസ് സംഘം വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി ഏൽപ്പിച്ച പാക്കറ്റ് എവിടെ എന്ന് ചോദിക്കുകയും അത് എടുത്തു കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ കള്ളത്തരം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നു. മാത്രമല്ല, ഈ 25-ാം തീയതി എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഹൈക്കോടതി ഈ പീഠം എവിടെയെന്ന് അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസിന് നിർദ്ദേശം നൽകുമ്പോൾ ദേവസ്വം വിജിലൻസ് ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂം എല്ലാം തിരക്കി നടക്കുമ്പോൾ ഈ പാക്കറ്റുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സഹോദരന്റെ വീട്ടിലേക്ക് പോയി. എന്നാൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞതുമില്ല ഇത് എവിടെയുണ്ട് എന്നുള്ളത്. അപ്പോൾ 25-നാണ് പീഠം കൊണ്ടുവച്ചതെന്ന് പറയുന്നു. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും അധികം ദിവസമായിട്ടില്ല, 25-ാം തീയതി കഴിഞ്ഞിട്ടും അധികം ദിവസമായിട്ടില്ല. അപ്പോൾ ഇതിനുള്ളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തു ചെയ്തു, എങ്ങനെ ഇത് ഒളിപ്പിച്ചിട്ടുള്ള, അതിനിടയിൽ ഒരു വലിയ കളവ് നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കള്ളക്കളി നടന്നിട്ടുണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ടും, അല്ലേ? തീർച്ചയായിട്ടും 2019-ൽ ശബരിമലയിൽ കൊണ്ടുവരികയും അളവ് ശരിയല്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്ത പീഠമാണിത്. അത്രയും കാലം ഈ പീഠത്തെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. ഈ സമീപകാലത്ത് സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറഞ്ഞത്, ഞാൻ 2019-ൽ ശബരിമലയിൽ കൊണ്ടുകൊടുത്ത പീഠം എവിടെ, അതിപ്പോൾ കാണാനില്ല, അത് ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെയാണ് ഹൈക്കോടതി ഈ പീഠം എവിടെയെന്ന് കണ്ടുപിടിക്കാൻ ദേവസ്വം വിജിലൻസിനെ നിർദ്ദേശിക്കുന്നത്. ദേവസ്വം വിജിലൻസ് കൃത്യമായ അന്വേഷണമാണ് നടത്തിയത്. മാത്രമല്ല, ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ കാര്യങ്ങൾ ഇങ്ങനെയാണ്. 2019-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിൻ്റെ ജീവനക്കാരൻ മുഖേനയാണ് ഈ പീഠം ശബരിമലയിലേക്ക് കൊണ്ടുപോയത്. തിരിച്ച അതേ ജീവനക്കാരൻ തന്നെ മടക്കിക്കൊണ്ടുവന്നു. അയാളുടെ പക്കലാണ് ഇത്രയും കാലം ഈ പീഠം സൂക്ഷിച്ചിരുന്നത്, അയാളുടെ വീട്ടിലാണ്.
അത് കഴിഞ്ഞ് ഈ സംഭവം അടുത്തിടെ വിവാദമായപ്പോൾ ഇയാൾ ഭയന്നുപോയി. ഇതിന് കൈവശം വെച്ചാൽ പിടിക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയമുണ്ടായി. അങ്ങനെയാണ് അയാൾ ആ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത്. തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തോന്നിക്കാണും ഇത് വീട്ടിലിരുന്നാൽ വിജിലൻസോ മറ്റോ അല്ലെങ്കിൽ പോലീസോ വന്ന് പിടിക്കുമല്ലോ എന്ന്. അങ്ങനെയാണത് സുരക്ഷിതമാക്കാൻ വേണ്ടി സംശയിക്കാത്ത സഹോദരിയുടെ വീട്ടിലേക്ക് കൊണ്ടു മാറ്റുന്നത്. ഏതായാലും സഹോദരി ഇപ്പോൾ അക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് തൻ്റെ വീട്ടിൽ ഇത് കൊണ്ടുവച്ചത്. പക്ഷേ പീഠമാണെന്നോ ശബരിമലയിലെ വസ്തുവാണെന്നോ പറഞ്ഞില്ല, ഇതൊരു ഷീൽഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ സ്വന്തം സഹോദരിയോടും അമ്മയോടും ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ അയാൾക്ക് മറയ്ക്കാനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ സ്ക്രീനിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സംശയ നിഴലിൽ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇവിടെ വെറും സംശയ നിഴലിൽ എന്ന് മാത്രമല്ല ഇവിടെ പറയേണ്ടതെന്ന് തോന്നുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ അമ്മയോടും സഹോദരിയോടും വരെ കള്ളം പറഞ്ഞ് പീഠത്തെ ഷീൽഡ് ആണെന്ന് പറഞ്ഞ് വ്യാജേനെ കൊണ്ടുവയ്ക്കുന്ന ഒരാൾ. അതിനിടയിൽ ഈ സംഭവ വികാസങ്ങളൊക്കെ ഈ നാട്ടിൽ നടക്കുകയാണ്. ഉത്തരം പറയാൻ പറ്റാതെ തിരയുകയാണ് ദേവസ്വം ബോർഡ്. അതിനിടയിലും ഇങ്ങനൊന്ന് ചെയ്യുമ്പോൾ ഇതൊരു സംശയ നിഴലിലാകുന്നത് മാത്രമല്ല, ഒരു കുറ്റം ചുമത്തപ്പെടുന്ന ആളായി അല്ലെങ്കിൽ കുറ്റക്കാരന്റെ സ്ഥാനത്തേക്ക് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുകയാണ്. ഇനി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തു എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. തീർച്ചയായിട്ടും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ചില്ലറക്കാരനല്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു കാലത്ത് അടുത്ത് ഇടപഴകിയ ആളാണ്. മാത്രമല്ല സംസ്ഥാന സർക്കാരിലും ദേവസ്വം ബോർഡിലുമൊക്കെ വലിയ സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ശബരിമലയിലെ ഈ സ്വർണ്ണ തകിടുകളുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന സ്പോൺസർ. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലാണ് ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുപോയത്. അതാണ് ഹൈക്കോടതി ചോദ്യം ചെയ്തത്. ആരോടും പറയുന്നത് എങ്ങനെയാണ് കൊണ്ടുപോയതെന്നൊക്കെ ചോദിച്ചത്. അതിനെ പിൻപറ്റിയാണ് ഈ പീഠങ്ങളുടെ വാർത്ത കൂടി പുറത്തു വരുന്നത്. ഏതായാലും ഈ പീഠങ്ങൾ രഹസ്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി സൂക്ഷിച്ചത് എന്തിനാണ് ദേവസ്വം ബോർഡിനെ സംശയനിഴലിലാക്കുന്ന രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചത്? ആ ആരോപണത്തോടെയാണ് ഈ പീഠത്തിന്റെ വിവരമൊക്കെ ഹൈക്കോടതി പോലും അറിയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ദേവസ്വത്തിന്റെ വിജിലൻസ് ഒരു SP-യുടെ നേതൃത്വത്തിൽ, ഒരു IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പാഞ്ഞു നടക്കുമ്പോൾ ഇതെന്തിനാണ് ഇയാൾ കൂടുമാറ്റം നടത്തി സ്വന്തം വീട്ടിൽ നിന്ന് മാറ്റി അത് സഹോദരിയുടെ വീട്ടിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചത്? ഒരുപക്ഷെ ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറയാം, എനിക്കത് മറന്നുപോയതാണ്, ഇതെൻ്റെ കയ്യിൽ ഇരുന്നു പോയതാണ്, ഇതാ ഇത് എൻ്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തോട് പറയാമായിരുന്നു, അയ്യപ്പ ഭക്തരോട് പറയാമായിരുന്നു. കാരണം അയ്യപ്പ ഭക്തരടക്കം ആശങ്കയും ഒക്കെ ഉണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ ഇത് പിടിക്കപ്പെടാതിരിക്കാൻ കൂടുതൽ ഒളിപ്പിക്കാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചത്. അതാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ വിവരം. ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് സഹോദരി നടത്തിയിട്ടുള്ള ആ പ്രതികരണമാണ്. മാതൃഭൂമി ന്യൂസിനോട് അവർ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലാണ്. നമുക്ക് ഒരിക്കൽ കൂടി അതൊന്ന് കേൾക്കാം. തീയതി വ്യാഴാഴ്ച വെളുപ്പിന് നേരം വെളുത്തു വരുന്നത് സമയത്ത് അനിയനും മറ്റേ വേറൊരാളൂടെ അവൻ അങ്ങ് ബാംഗ്ലൂർക്ക് പോവായിരുന്നു രാവിലെ. അപ്പോൾ ഈ ഒരു സാധനം സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഷീഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും, വരുന്നവരാരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും, അങ്ങനാണ്. പക്ഷെ ഇത് പിന്നെ അപ്പോൾ അന്ന് ആരും വന്നില്ല, ഇന്നലെയും വന്നില്ല. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇവർ വന്നിട്ട് ഇങ്ങനെ, അപ്പൊ ഞാൻ അവനെ ഉടനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞത് സാധനം ഇങ്ങനെ വേറൊരാളിൻ്റെ കയ്യിലാണ് ഇരുന്നത്, നമ്മൾ അറിയുന്നില്ല ഇത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നും. ഇത് 3-4 വർഷം മുമ്പ് ചെയ്ത ഒരു കാര്യമാണ്. എന്തായാലും ഇതിനൊക്കെ ഇനി ഉത്തരം പറയേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. വലിയ ദുരൂഹതകളും വലിയ ചോദ്യങ്ങളും ഒക്കെ ഉയർന്നു വരികയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്.